ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ രക്ഷപ്പെടുമോ അതല്ല ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ എന്നത് തീരുമാനിക്കപ്പെടുന്നത് മരിക്കുന്നത് വരെ പരിശുദ്ധ ഖുർആനുമായി നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതാണ് ഖുർആനിനോടുള്ള ബാധ്യതകൾ പഠിക്കുമ്പോൾ നിർബന്ധമായും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്.
ജീവിതം അവസാനിച്ച് മരിച്ച് മയ്യത്തായി കിടക്കുമ്പോൾ മയ്യത്തിൻ്റെ തലക്കുഭാഗത്തിരുന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഖുർആനിനോടുള്ള ബാധ്യത തീർന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളൊക്കെ കൂട്ടത്തിലുണ്ട്. മരിച്ചാൽ പിന്നെ ഖുർആൻ ഓതുക എന്നതാണ് പലരും മനസ്സിലാക്കിയത്. ബാധ്യത തീരില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഖുർആനുമായി സദാ ബന്ധപ്പെടുകയും ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ഖുർആൻ ധാരാളമായി ഓതുകയും അത് കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ജീവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം നിലനിർത്താൻ നമുക്ക് സാധിക്കുള്ളൂ, ബാധ്യതകൾ നിർവഹിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഖുർആനിൻ്റെയും ഹദീത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എന്തെല്ലാം ബാധ്യതകൾ നമുക്ക് ഖുർആനിനോടുണ്ട് എന്ന് പറഞ്ഞത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാമത്തെ ബാധ്യത നമ്മൾ പറഞ്ഞിരുന്നു. അതിലേക്ക് 2 ആയത്തുകളും നമ്മൾ ചേർത്ത് പറഞ്ഞു. ഇനി 10ാമത്തത് എഴുതിക്കൊള്ളൂ. 10ാമത്തെ ബാധ്യത അദ്ദഅവതു ഇലല്ലാഹി ബിൽ ഖുർആൻ എന്നതാണ്. അദ്ദഅവതു ഇലല്ലാഹി ബിൽ ഖുർആൻ, അതിൻ്റെ മലയാളം ഖുർആനിലേക്ക്, ഖുർആൻ മുഖേന അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ഖുർആൻ മുഖേന അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിലേക്ക് വിളിക്കുക. അതാണ് 10ാമത്തെ ബാധ്യത. ഖുർആൻ മുഖേന അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ വിളിക്കുക. ഇതിനാണ് അത്തബ്ലീഗ് എന്ന് പറയും. അത്തബ്ലീഗ്, ഖുർആൻ എത്തിച്ചു കൊടുക്കൽ, അത്തബ്ലീഗ് എന്നും അതിന് പറയും. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഇവിടെ ശ്രദ്ധിക്കെല്ലാവരും, ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം അവൻ സംസാരിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചായിരിക്കും, അള്ളാഹുവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അങ്ങനെ തന്നെ വേണ്ടത്. നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ സംസാരിച്ച ഒരു ദിവസത്തെ നമ്മളെ സംസാരം റെക്കോർഡ് ചെയ്ത് വെക്കുക. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറക്കിലേക്ക് പോകുന്നത് വരെ നമ്മൾ സംസാരിച്ച ഒരു ദിവസത്തെ സംസാരം റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതിൽ നമ്മൾ ഓരോ പദങ്ങളായി, ഓരോ വാക്കുകളായി നമ്മൾ അത് ചിട്ടപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ഓരോ സെന്റൻസുകളായി അതിനെ ക്രമീകരിച്ചാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോട് സംസാരിച്ച സംസാരമായിരിക്കണം. അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുക. രാവിലെ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നമ്മൾ അൽഹംദുലില്ലാ എന്നാ പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്നാണ്. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് നമ്മളെ വീണ്ടും ഉണർത്തിയ റബ്ബ്, ഉറക്കം ഒരു മരണമായിരുന്നു എന്ന് ഖുർആനിലുണ്ട്. വീണ്ടും ഉണർച്ചയിലേക്ക് കൊണ്ടുവന്ന റബ്ബിന് സ്തുതി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് അവസാനം നമ്മൾ രാത്രി കടന്നുറങ്ങുമ്പോൾ ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വ ഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ കിടക്കണത്. അത് കിടന്നിട്ട് അതിലൂടെ ഉറക്കിലേക്ക് പോകണം. പിന്നെ നാട്ടിർത്താനം പറയരുത്. പിന്നെയും നമ്മൾ എന്ത് പറയരുത്? ദുനിയാവിന്റെ കാര്യങ്ങൾ സംസാരിക്കരുത്. അവസാനത്തെ സംസാരം ബിസ്മിക റബ്ബി വളഅതു ജംബി, അവസാനം കിടന്നതിന് ശേഷം. അപ്പോൾ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ സംസാരിക്കുന്നത് മുഴുവനും, ആ സംസാരങ്ങളൊക്കെയും അള്ളാഹിനെ പറ്റിയാണ് ഏറെയും. പിന്നെ നമ്മളെ മക്കളോട് സംസാരിക്കുന്നത്, നമ്മളെ തൊഴിലാളികളോട് സംസാരിക്കുന്നത്, നമ്മളെ ഭാര്യയോട് സംസാരിക്കുന്നത്,
നമ്മളെ അയൽവാസികളോട് കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്നത് ഒരു ദിവസം പല തവണ പലരോട് നമ്മൾ സംസാരിക്കുന്നു. അപ്പൊ ഒരു ദിവസത്തെ നമ്മുടെ സംസാരം ഇനി ചിന്തിക്കാം. ഇന്നലത്തെ ദിവസം കഴിഞ്ഞു. ഇന്നലെ രാവിലെ എത്ര മണിക്ക് നമ്മൾ ഉണർന്നു? നമുക്കറിയാലോ, ഓരോരുത്തർക്കും അറിയാലോ. ആ ഉണർന്നത് മുതൽ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് നമ്മൾ ബെഡിലേക്ക് നമ്മൾ ചെരിഞ്ഞത്, കിടന്നത്? അതുവരെയുള്ള നമ്മുടെ സംസാരങ്ങളിൽ ഏറ്റവും കൂടുതൽ റബ്ബിനോടായിരുന്നോ എന്നൊന്ന് ആലോചിക്കുക, ഒന്ന് ചിന്തിക്കുക, ആയിരുന്നോ എന്ന്. അത് കുറവാണെങ്കിൽ അതായിരിക്കണം അധികമാകേണ്ടത്. അതിനു വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അള്ളാഹിനെ പറ്റി പറയുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒക്കെ മനസ്സിൽ ശരി തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലി, ദുആകൾ ചൊല്ലി, സൂറത്ത് ഫാത്തിഹ ഓതി, നിസ്കരിച്ചല്ലോ, സൂറത്ത് ഓതി, ഒക്കെ ഓതി. ഇത്രയൊന്നും ഞാൻ വേറെ ആരോട് സംസാരിച്ചിട്ടില്ലല്ലോ. ശരിയാണ്. അപ്പൊ കൂടുതൽ സംസാരിച്ച ഞാൻ ആരോടാ? അള്ളാഹിനോട് തന്നെയാണ്. എങ്കിൽ ആ കൂട്ടത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഒന്നുണ്ട്. നമ്മൾ അള്ളാ 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 എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. സുബ്ഹാൻ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ മാത്രം പറഞ്ഞാൽ പോരാ. മറിച്ച് ഒരു ദിവസം ഒരു തവണയെങ്കിലും അള്ളാഹുവിലേക്ക് വേറെ ഒരാളെ ക്ഷണിക്കണം. നോട്ട് ചെയ്യേണ്ട പോയിന്റാ. അള്ളാഹുവിലേക്ക് നമ്മൾ വേറെ ഒരാളെ ക്ഷണിച്ചോ, അള്ളാഹുവിലേക്ക് ഒരാളെ നമ്മൾ ഓർമ്മപ്പെടുത്തിയോ, അള്ളാഹുവിലേക്ക് ഒരാളെ വിളിച്ചോ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക്, ശ്രദ്ധിക്കണേ, ഇനി ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഞാനിത് ഇങ്ങനെ പറഞ്ഞത് മനസ്സിൽ പോവരുത്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ നമ്മളെങ്ങനെ ആലോചിക്കുകയാണ്, പിന്നെ ഒരു സ്ഥലം, അത് വളരെ ഭംഗിയുള്ള സ്ഥലം, പലരും പോയി കണ്ട സ്ഥലം, നമുക്ക് പോകണം. അപ്പൊ പോകാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൂട്ടുകാരെ വിളിക്കും, ക്ഷണിക്കും. ഇല്ലേ? ഈ പോരണോന്ന് ചോദിക്കൂലേ? എന്താണ് ചോദിക്കുന്നത്? നമുക്ക് ഒരുമിച്ച് പോകണം. ആ പോകുന്ന സ്ഥലത്തേക്ക് നമുക്ക് അവിടെ നമ്മളെ കൂട്ടുകാർ കൂടി വേണം. നമ്മൾ കാണുന്ന സൗന്ദര്യം, ആ നാടിന്റെ ഭംഗി, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ നമ്മൾ കൂട്ടുകാരെ കൂടി വിളിക്കുക, നമ്മൾ പോകുന്ന ഒരു സ്ഥലത്തേക്ക്, അല്ലേ? എങ്കിൽ നമ്മൾ നിർബന്ധമായും, നമ്മൾ ആര് സമ്മതിച്ചിട്ടില്ലെങ്കിലും, നമുക്കാർക്കും സമ്മതമില്ലെങ്കിലും, ഒരു ടിക്കറ്റും കിട്ടിയിട്ടില്ലെങ്കിലും, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടിയിട്ടില്ലെങ്കിലും, ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും, നമ്മൾ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു സ്ഥലമല്ലേ അവസാനത്തെ പോക്ക്? അത് ആരിലേക്കാ? അള്ളാഹുവിന്റെ അടുക്കലേക്കല്ലേ? അല്ലേ? എങ്കിൽ ആ പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ വിളിച്ചോ? നമുക്കെല്ലാവർക്കും പോകാനുള്ള സ്ഥലം, ആ പോകേണ്ട ഒരു സ്ഥലമുണ്ട്, അതാണ് അള്ളാഹു. അള്ളാഹുവിലേക്ക്, നിങ്ങൾ എഴുതിയ പോയിന്റ്, അള്ളാഹുവിലേക്ക് ഖുർആൻ മുഖേന വിളിക്കാന്നാണ്, അല്ലെ? അള്ളാഹുവിലേക്ക് ഖുർആൻ മുഖേന വിളിക്കൽ എന്തിനോടുള്ള ബാധ്യതയാണ്? ഖുർആനിനോടുള്ള 10ാമത്തെ ബാധ്യതയാണ്. അത് വിളിച്ചോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, നിങ്ങൾ ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ബല്ലിഗു, അതാണ് തബ്ലീഗ്. നമ്മൾ എത്തിച്ചു കൊടുത്തോന്ന് ചിന്തിക്കണം. 2, നബി പറഞ്ഞു, ഏറ്റവും ഖൈറായവർ, നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായവർ ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ് എന്ന് റസൂൽ പറഞ്ഞത് എന്തിനാ? എന്തുകൊണ്ടാണ് അത് കിട്ടുന്നത്? എല്ലാവരും നിർബന്ധമായും പോകേണ്ട ഒരു സ്ഥലം നമുക്കെല്ലാവർക്കും ഉണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അതാണ് അള്ളാഹുവിലേക്കുള്ള ക്ഷണം എന്ന് പറഞ്ഞാൽ. അത് നിർബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ. ഖുർആൻ മുഖേനയാണ് നമ്മൾ ആരിലേക്ക് ക്ഷണിക്കേണ്ടത്? അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്. അപ്പൊ ഖുർആനിലേക്കുള്ള ക്ഷണം ആരിലേക്കുള്ള ക്ഷണമാണ്? അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. ഇനി നിങ്ങൾ സൂറത്ത് യൂസുഫ് മറിക്കല്ലാരും. സൂറത്ത് യൂസുഫ് 12ാമത്തെ അധ്യായം എല്ലാവരും മറിച്ചോളി. അതിലെ 105 മുതൽ 111 വരെയുള്ള ആയത്ത്. ൂറ്റി മുതൽ ഉള്ള ആയത്ത്, 105ാമത്തെ ആയത്ത് മുതൽ നോക്കുക. സൂറത്ത് യൂസുഫ് 12ാമത്തെ സൂറത്ത്. എല്ലാവരും കാണണം, ഖുർആനിൽ നോക്കിയിരിക്കണം. ഓതിക്കോളൂ. وكأين من آية
ഈ ആയത്തുകളുടെ തുടക്കം നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ താട കെട്ടി നമ്മുടെ മൂക്കിലും നമ്മളെ ശരീരത്തിലെ ധാരങ്ങളൊക്കെ പഞ്ഞു വെച്ച് നമ്മളെ തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു ദിവസം എന്തായിരുന്നാലും ഉറപ്പാ. അങ്ങനത്തെ ഒരു ദിവസം വരും. അതിന് എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ടെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അള്ളാഹ് പറയാണ് വക അയ്യിമ്മിൻ, ആയത്ത് ഫസ്റ്റ് ആദ്യത്തെ ആയത്ത്, വക അയ്യിമ്മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആകാശത്തിന് കീഴെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണ്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് യമുറൂന അലൈഹ. നിങ്ങൾക്ക് ചിന്തിക്കാനും പഠിക്കാനും എത്ര ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ഈ ഭൂമിയിൽ. അതിന്റെ മുന്നിലൂടെയല്ലേ നിങ്ങൾ നടന്നു പോണത്? നിങ്ങൾ നടന്നു പോകുന്നത് ഈ ദൃഷ്ടാന്തങ്ങൾക്ക് മുന്നിലൂടെയല്ലേ? എന്നിട്ട് എന്താണ് അവസ്ഥ? വഹും അൻഹ മുഅരിദൂൻ. അതിൽ നിന്നൊക്കെ തിരിഞ്ഞു കളഞ്ഞ ജീവിതമാണ്. കണ്ടിട്ടും കാണാത്ത പോലെ പോവാണ്. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇപ്പൊ നമുക്കറിയുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങളൊന്ന് പറയും. രാവും പകലും. എത്ര സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞത് അല്ലെ? രാവും പകലും ദൃഷ്ടാന്തമാണ്. വജഅൽന ലൈല വന്നഹാറ ആയത്തൈൻ. രാവും പകലും രണ്ട് ദൃഷ്ടാന്തമാണ്. ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയ. എത്ര സ്ഥലത്ത് രാവും പകലും മാറി മാറി വരുന്നു. ദൃഷ്ടാന്തമാണ്. എത്രയാണ് ദൃഷ്ടാന്തം? എന്താണ് ആ ദൃഷ്ടാന്തം? എന്താണ് രാവും പകലും? നമ്മളെ എങ്ങനെ ഇത് ബാധിക്കണേ? രാവും പകലും നമുക്കെന്താ? നമ്മുടെ ആയുസ്സാണ്. രാവും പകലും നമ്മുടെ ആയുസ്സാണ്. ഓരോന്നും ഓരോ ആയുസ്സിലെ ഭാഗങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടാന്തമാണ്. എന്താ കണ്ണ് തുറക്കാത്തത്, ചിന്തിക്കാത്തത്? റബ്ബ് ചോദിക്കുകയാണ്. ഇനി എത്ര രാവും പകലും ബാക്കിയുണ്ടെന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെ മനസ്സിൽ വരേണ്ട കാര്യങ്ങളാണ്. എത്ര ദൃഷ്ടാന്തങ്ങൾക്ക് മുന്നിലൂടെ നിങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്? എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി വഹും ഇല്ലാ വഹും മുശ്രികൂൻ. ഇനി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയും ഏറെയും അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. വളരെ സങ്കടകരമായ കാര്യം അള്ളാഹ് പറയാണ്.
അള്ളാഹുവിൽ വിശ്വാസമുണ്ട് ആളുകൾക്ക്, എന്നിരുന്നാലും അവരിൽ ഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിൽ ശിർക്ക് ചെയ്തിട്ടാണ് വിശ്വസിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹിന്റെ ശിക്ഷയെ നിങ്ങളെ പൊതിയുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർഭയത്തുണ്ടോ? നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾ ഉയർത്തിരിക്കാതെ നനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായി ലോകത്തിന്റെ അവസാനം, ഈ ലോകാവസാനം വരും, നിങ്ങൾക്ക് എന്ത് നിർഭയത്വമുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുക. അതിനുശേഷം ശ്രദ്ധിക്കണം, ഈ രണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ എവിടെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും ഏതവസ്ഥയിൽ നമ്മൾ ജീവിച്ചാലും ഇതൊക്കെ നമുക്ക് വരും എന്നുള്ള പറയാം. എന്നിട്ട് കുൽ നബിയെ പറയുക, ആദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. നമ്മൾ എന്തിനാണ് ഈ ആയത്ത് എഴുതിയത്? നമ്മളെ ഹെഡിങ് എന്താ? അള്ളാഹുവിലേക്ക് ഖുർആൻ മുഖേന ക്ഷണിക്കൽ നമ്മളെ ബാധ്യതയാണെന്നാണ്. കേട്ടോളൂ, കുൽ ആദിഹി സബീലി, ഇതാണ് എൻ്റെ വഴി. ഏത്? ഇതാണ് എൻ്റെ വഴി. ഏത്? ഖുർആനാണ്. ഇതാണ് എൻ്റെ വഴി. ഇതെത്ര ആളുകൾക്ക് അറിയും? എൻ്റെ വഴി, എനിക്ക് ജീവിക്കാനുള്ള എൻ്റെ റൂട്ട് ഇതാണ്. എൻ്റെ ജീവിതം ഈ റൂട്ടിലായിരിക്കണം, ഈ വഴിയിലായിരിക്കണം. ഈ വഴി തെറ്റിപ്പോകാൻ പാടില്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്? കുൽ ആദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞാൻ വിളിക്കുന്നു. അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഇതാണ് എൻ്റെ വഴി. ഏത്? ഖുർആൻ. അപ്പൊ ഈ ഖുർആൻ മുഖേന ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, ആ ക്ഷണം വെറുതെ ക്ഷണിക്കല്ല. അലാ ബസീറത്തിൻ, ഒരു ഉൾക്കാഴ്ചയോട് കൂടിയുള്ള ക്ഷണമാണ്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച. കണ്ണിൽ കാണുന്ന പലതും ഉൾക്കാഴ്ച ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഉള്ളിൽ ചില കാഴ്ചകൾ ഉണ്ടാവണം. ബാഹ്യമായ കാഴ്ച അല്ല, ഉള്ളിലെ കാഴ്ച ഉണ്ട്. അതെന്താ? ഒരു പോത്തിന് കണ്ണുണ്ടല്ലോ, ആ പോത്തിന്റെ കണ്ണുകൊണ്ട് പലതും കാണും, പക്ഷെ ആ പോത്തിന് ബസീറത്തില്ല. ആ കാണുന്നത് എനിക്ക് തിന്നാൻ പറ്റുമോ? അത് ഹലാലാണോ ഹറാമാണോ? അത് ആരാന്റെ വളപ്പാണോ അതോ എന്റേതാണോ? ചിന്ത ഇല്ല. അതിന് ബസീറത്തില്ല, ഉൾക്കാഴ്ച ഇല്ല. ഉൾക്കാഴ്ചയുള്ളത് മനുഷ്യനാണ്. അല ബസീറ. ഇത് തുറക്കണം, അകക്കണ്ണ് തുറക്കണം. അകക്കണ്ണ് തുറക്കാനാണല്ലോ പറയണത്. ബാഹ്യമായ കണ്ണിന്റെ കാഴ്ച കൊണ്ട് പ്രയോജനമില്ല. അല ബസീറ അനവമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും. ഞാനും എന്നെ പിന്തുടർന്നവരും. അപ്പൊ നബിനെ പിന്തുടർന്ന ആൾക്കാർ ആരാണ്? ഖുർആനിലേക്ക് വിളിക്കണോരാ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇന്നേ വരെ എത്ര ആളെ ഖുർആനിലേക്ക് വിളിച്ചിട്ടുണ്ട്? നമ്മൾ ഈ ഇരിക്കണ ഇരുത്തത്തിൽ ഓരോരുത്തരും ചോദിക്കാം, വിളിച്ചിട്ടുണ്ടോ? നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരാളെ ഖുർആനിലേക്ക് ഖുർആൻ പഠിക്കാൻ പാ, ഖുർആനിലേക്ക് വരണം, ഖുർആൻ പഠിക്കണം. അത് നമുക്ക് ആവശ്യമാണ്, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് എന്ന നിലക്ക് എത്രയാളെ നമ്മൾ വിളിച്ചു? വിളിച്ചിട്ടില്ല എങ്കിൽ റസൂല് പറയാം, അനവമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും. അങ്ങനെ വിളിക്കാത്തവർ ആരാവൂല? നബിനെ പിന്തുടർന്നവർ, നബിന്റെ ഉമ്മത്തിൽപ്പെട്ടവർ ആവൂല. അനവമനിത്തബഅനി വസുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരിൽപ്പെട്ടവനല്ല. ഇനി ബാക്കിയുള്ള ആയത്തുകളൊക്കെ നിങ്ങളൊന്നത് വായിച്ചു നോക്കുക, പിന്നീട് ശേഷം വായിക്കാം. അപ്പൊ ഈ ആയത്ത് നമുക്ക് നമ്മുടെ ബാധ്യതയാണെന്ത്? ഖുർആൻ മുഖേന അള്ളാഹുലേക്ക് വിളിക്കുക എന്നത്, ഖുർആനിലേക്ക് വിളിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്, നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ചിലപ്പോൾ ആരും ചോദിക്കൂല. ഇവിടെ നമുക്കതിനൊരു രജിസ്ട്രേഷൻ വെക്കുകയോ ഒരു രജിസ്റ്റർ വെക്കുകയോ നമ്മൾ വിളിച്ച ആൾക്കാരെ പേരും നമ്പറും ഇവിടെ ചോദിക്കുകയൊന്നും ചെയ്യണില്ല. പക്ഷെ ഈ ചോദ്യം നാളെ എവിടെ ഉണ്ടാവും? നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്ര ആളുകളെ വിളിച്ചു എന്ന ചോദ്യം നമ്മളോടുണ്ടാകും. ഇനി ഇതിലേക്ക് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരായത്താണ് നാൽപ്പതാം അധ്യായത്തിലെ 41, 42 ആയത്ത്.
ഞാൻ നിങ്ങളെ വിജയത്തിലേക്ക് ക്ഷണിക്കുന്നു. ആയത്ത് വായിക്ക്. എന്താണ് ആയത്ത്? യാക്കും അല്ലയോ ജനങ്ങളെ. എന്തിനാണ് ഈ ഖുർആനിലേക്ക്, അള്ളാഹുവിലേക്ക് ഖുർആൻ മുഖേന ക്ഷണിക്കുന്നത്? എന്തിനാണ്? അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്താണ് നജാത്ത്? എന്താ നജാത്ത് പറഞ്ഞാൽ? രക്ഷപ്പെടുക, രക്ഷപ്പെടുക. നിങ്ങൾ രക്ഷപ്പെടാനാണ് ഈ വിളിക്കുന്നത്. ഖുർആനിലേക്ക് എന്തിനാ വിളിക്കണത്? രക്ഷപ്പെടാനാണ്. വല്ലാത്തൊരു വാക്കാണ്. കുറച്ചെങ്കിലൊക്കെ ഒരു ഈമാന്, എവിടെയെങ്കിലും നമ്മൾ ഹൃദയത്തിൽ കുറച്ചൊക്കെ ഒരു ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളെ സ്പർശിക്കേണ്ട, നമ്മളെ ബാധിക്കേണ്ട ആയത്താണിത്. എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെടണം. ഇവിടെ ജീവിച്ചിട്ട് തോറ്റ ജീവിതമാവരുത്, പരാജയപ്പെട്ട ജീവിതമാവരുത്, നാളെ പരാജയപ്പെടുന്ന ജീവിതമാവരുത്. അതുകൊണ്ട് നജാത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കണം. അല്ലാഹ് പറയാ, ഞാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ബാക്കി വതദഊനനി, നിങ്ങൾ ഇന്ന നരകത്തേക്ക് വിളിക്കുകയാണ് എന്ന് ആരാ പറഞ്ഞത്? അല്ലാഹ് പറയാ. സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങളെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് വിളിക്കുകയാണ്, നിങ്ങൾ എന്നെ നരകത്തിലേക്ക് വിളിക്കുകയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് പറഞ്ഞത്? നമ്മൾ മനഃപൂർവ്വം കുതറി ഓടുകയാണ്. അള്ളാഹു നമ്മളെ എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം പടച്ചോൻ നടത്തുമ്പോൾ നമ്മളതൊക്കെ കൈ തട്ടി മാറ്റി കുതറിയിട്ട് ഓടാനുള്ള പരിശ്രമം. ഞാൻ നരകത്തേക്ക് തന്നെ പോകുള്ളൂ എന്ന വാശിയാണ് നമുക്കുള്ളത്. ഇതാണ് നിലപാട്. മനുഷ്യന്റെ ജീവിതാവസ്ഥയെക്കുറിച്ച്, ജീവിതത്തിന്റെ നിലപാടിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ശരി സഹോദരങ്ങളെ, നമ്മൾ ഏതാനും ക്ലാസ്സുകളിലായിട്ട് ഖുർആനിനോടുള്ള നമ്മളെ ബാധ്യതകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. എത്ര ബാധ്യതകൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടാക്കിയെങ്കിലും 10 ബാധ്യതകൾ ഖുർആനിനോട് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ 10 ബാധ്യതകളിൽ 10ാമത്തെ ബാധ്യതയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ ക്ലാസ്സിൽ ഏതെങ്കിലും ക്ലാസ്സുകളിൽ സ്വാഭാവികമായും നമ്മുടെ ചെന്നൈ പോലെയുള്ള സ്ഥലത്താകുമ്പോൾ പലപ്പോഴും ആളുകൾ പല സന്ദർഭങ്ങളിൽ നാട്ടിലൊക്കെ ആയിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും നമ്മളെ ക്ലാസ് ഇവിടെ റെക്കോർഡ് ചെയ്യാതെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ നഷ്ടപ്പെട്ടു പോയ ക്ലാസ്സുകൾ ഒന്ന് ഒഴിവുള്ള സമയത്തൊന്ന് കേട്ട് അതിൻ്റെ ആ പോയിന്റുകൾ എഴുതിയെടുക്കാനും അത് പഠിക്കാനുമുള്ള ശ്രമം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇനി നമ്മൾ ഇതൊക്കെ അവഗണിച്ചാൽ, പെട്ടെന്ന് പറയാൻ ശ്രദ്ധിക്കുക. ഖുർആൻ നമ്മൾ അവഗണിച്ചാൽ, ഈ വിളി നമ്മൾ കേൾക്കാതിരുന്നാൽ, ഈ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കാതിരുന്നാൽ, ഈ ക്ഷണം നമ്മൾ അവഗണിച്ചാൽ, ഖുർആനിലേക്കുള്ള വിളിയെ നമ്മൾ മെയിൻറ്റ് ചെയ്യാതിരുന്നാൽ, നമുക്കത് നഷ്ടപ്പെട്ടാൽ എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്ന് അറിയോ? ഒന്ന്, നമുക്ക് സന്മാർഗം കിട്ടൂല. പെട്ടെന്ന് എഴുതിക്കോളി. അവഗണിച്ചാൽ ഒന്ന്, നമുക്ക് സന്മാർഗം കിട്ടൂല. സന്മാർഗം കിട്ടുകയില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേ, നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യം ഏതാണ്? ഒരു ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അത് പ്രാർത്ഥനയാണ്, ദുആയാണ്. പടച്ചോനെ, എനിക്ക് ആ സന്മാർഗം, അതാണ് ഏറ്റവും പ്രധാനം. അത് ഖുർആൻ ഇല്ലെങ്കിൽ, ഖുർആൻ അവഗണിച്ചാൽ ആ മാർഗം നമുക്ക് കിട്ടൂല. നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു ദിവസം എത്ര തവണ നിർബന്ധമായിട്ട് അത് ചോദിക്കണം? അല്ലേ? എന്നിട്ട് അതിന് ഉത്തരം കിട്ടാത്ത ഒരാളാണ് നമ്മളെങ്കിൽ, നമ്മളെ അവസ്ഥ എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഖുർആൻ പഠിക്കണം. ഖുർആൻ അവഗണിക്കുന്ന ആളുകൾക്ക് അത് കിട്ടൂല. ഖുർആനിൽ 16-ാം അധ്യായത്തിൽ എഴുതിക്കോളൂ, 16-ൽ 104. നിങ്ങളിപ്പോൾ മറിക്കണ്ട, കേട്ടാ മതി. നിങ്ങൾ പിന്നീട് റെഫർ ചെയ്താൽ മതി. നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള ആയത്താണ്. കേട്ടോളൂ, ഞാൻ വായിക്കാം, നിങ്ങൾ കേട്ടാ മതി. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ല ലാ യഹ്ദീഹുമുല്ലാഹ് വലഹും അദാബുൻ. അള്ളാഹുവിന്റെ ആയാത്തുകളിൽ വിശ്വസിക്കാത്ത ആൾക്കാർ, അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ലാ യുഅ്മിനു, ഈമാൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇൽമ വേണ്ടേ? ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഇൽമ വേണ്ടേ?
ഇൽമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? അറിവുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇത് പഠിക്കണ്ടേ? ലാ യഹ്ദീഹുമുള്ള, അള്ളാഹ് ഹിദായത്തിലാക്കൂല. ഇനി 2, ഖുർആൻ അവഗണിച്ചാൽ രണ്ടാമത്തത് കനത്ത നഷ്ടം. കനത്ത നഷ്ടം, ഏറ്റവും വലിയ നഷ്ടം, അങ്ങനെ എഴുതിക്കോളൂ. ഏറ്റവും വലിയ നഷ്ടം അത് ഖുർആനിനെ അവഗണിക്കുന്ന ആളുകൾക്കാണ് കിട്ടാൻ പോണത്. ഏറ്റവും വലിയ നഷ്ടം 10ൽ 95. 10ൽ 95. വലാ തകൂനന്ന മിനല്ലദീന കദ്ദബു ബിആയാത്തില്ലാ ഫതകൂന മിനൽ ഖാസിരീൻ. അവര് ഖാസിരീങ്ങളിൽ, നഷ്ടകാരികളിൽ പെട്ടുപോകും. ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവരിൽ അവർ ഉൾപ്പെട്ടു പോകും. 3, യഥാർത്ഥ ബധിരർ ഊമകൾ. ബധിരർ ഊമകൾ എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തവര്, സംസാരിക്കാൻ പറ്റാത്തവര്. യഥാർത്ഥ ഒറിജിനൽ ബധിരരും ഊമകളും. ബധിരർ ഊമകൾ എന്ന് പറഞ്ഞാൽ, ഊമ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്തവര്, ബധിര എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാൻ പറ്റാത്തവര്. ആറിൽ 39. ബധിരരും ഊമകളുമായിരിക്കും അവർ. അതായത് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാകും, അവർക്ക് കേൾവി ഉണ്ടാകും, പക്ഷേ കേൾക്കേണ്ട അവർ കേൾക്കണില്ല, പറയേണ്ടത് അവർ പറയുന്നില്ല. അപ്പോൾ ശരിക്കുള്ള ബധിരരും ഊമകളും ആരാ? ഖുർആൻ പഠിക്കാത്തവരാ. നമ്മൾ ശരിക്കും സംസാരിക്കേണ്ടത് എന്താ? ഖുർആനാണ്, അല്ലേ? നമ്മൾ ശരിക്കും ഒറിജിനൽ നിർബന്ധമായും കേൾക്കേണ്ടത് എന്താ? അത് നിർബന്ധാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ ദുനിയാവിൽ പലതും കേൾക്കണില്ലേ? ഉണ്ടോ? ഇവിടെ പല ശബ്ദമില്ലേ? എല്ലാം കേൾക്കൽ നിർബന്ധം ഉണ്ടോ? ഇല്ല. പക്ഷെ കേൾക്കൽ നിർബന്ധമായത് ഏതാ? അള്ളാന്റെ കലാമാണ്. അത് കേൾക്കാത്തോര് ബധിരര് തന്നെയാണ്. നാട്ടിൽ പലതുമില്ലേ? നമ്മൾ വർത്താനം എല്ലാം സംസാരിക്കണോലാവണോ? വേണ്ട. പക്ഷെ നിർബന്ധമായും നമ്മളെ വായിൽ നിന്ന് വരേണ്ടതുണ്ട്. ഏതാ? ഖുർആൻ. അത് വരാത്തവര് സംസാരശേഷി ഇല്ലാത്തവരാ. ഇനി അടുത്തതാണ് ഏറെ നമ്മൾ ബേജാറാക്കേണ്ട കാര്യം. അതെന്താണെന്നറിയോ? കണ്ണുപൊട്ടന്മാരായി മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും, അന്ധന്മാരായി പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. പതിനെട്ടിൽ 57. ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതിച്ചാൽ മതി, ആയത്തിപ്പം നോക്കണ്ട, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. 18ൽ 57 എന്താ ആയത്ത്? ശ്രദ്ധിക്കുക. അതായത് നമ്മൾ മരിക്കണത് വരെ നല്ല കണ്ണിന് കാഴ്ചയുള്ള ആൾക്കാരാണ്. മരിക്കണത് വരെ നല്ല കണ്ണിന് കാഴ്ചയുണ്ട്. കണ്ണട വരെ വെക്കാതെ പത്രം വായിക്കാനും മൊബൈൽ നോക്കാനൊക്കെ പറ്റി. പക്ഷേ ഖുർആനിലേക്ക് നോക്കുകയോ ഖുർആൻ ഓതുകയോ അത് പഠിക്കുകയോ ചെയ്യാതെ മരിച്ചുപോയ ആൾക്കാർ നാളെ പരലോകത്ത് അന്ധന്മാരായിട്ടാണ് മഹ്ശറിൽ വരിക. പരലോകത്ത് ഏറ്റവും കൂടുതൽ ആരുണ്ടാകുക കാര്യങ്ങൾ? കണ്ണുപൊട്ടന്മാരായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കണ്ണുപൊട്ടന്മാരായിട്ട് പരലോകത്ത് വരും. ഖുർആൻ അവഗണിച്ചാലുള്ള ഗൗരവ പറയണത്. മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടൽ കണ്ണുപൊട്ടന്മാരുടെ കൂട്ടത്തിലാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ലിമ ഹശർതനി അഅ്മാ വഖദ് കുൻതു ബസീറ. റബ്ബേ, ഞാൻ ദുനിയാവിൽ മരിക്കണത് വരെ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ പടച്ചോനെ,
പിന്നെ എന്താണ് ഞാനിവിടെ കണ്ണുപൊട്ടനായി ഒരുമിച്ച് കൂടിയത്, കണ്ണൊട്ടന്മാരെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയത്? അള്ളാഹു പറയുന്ന വാക്കെന്താ അറിയോ? ഞാൻ നിനക്ക് എൻ്റെ കലാമ് തന്നിരുന്നു, നീ അതിനെ മറന്നപ്പോ ഇന്ന് ഞാൻ നിന്നെയും മറക്കുകയാണ്. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. കണ്ണുപൊട്ടന്മാരായി പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും ഖുർആൻ അവഗണിച്ചാൽ. അടുത്തത് 18-57. ഇനി അടുത്തത് അള്ളാഹു പ്രതികാരം ചെയ്യും. അള്ളാഹു പ്രതികാരം ചെയ്യും. അള്ളാഹു പ്രതികാരം ചെയ്യും. പ്രതികാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാ. ഒരാൾക്ക് നമ്മളോട് വൈരാഗ്യ ദേഷ്യം എന്തോ ഉണ്ട്, അയാള് എങ്ങനെയാണ് നമ്മൾക്ക് അയാൾ പാര വെക്കാറില്ല, പ്രതികാരം എങ്ങനെ ചെയ്യാന്നറിയില്ല. എന്നാൽ പടച്ചവന്റെ പ്രതികാരം അത് ഒരു പക്ഷേ പരലോകത്ത് ഉറപ്പായിട്ടുണ്ട്, ദുനിയാവിലും പടച്ചവൻ ചെയ്തേക്കാം. അള്ള തന്ന നിയമത്തിന് നന്ദി കാണിക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ റബ്ബ് അതിനൊരു തിരിച്ചടി തരും. ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുക, എപ്പോഴും തിരിച്ചടി പ്രതീക്ഷിക്കുക, ഏത് സമയത്തും പ്രതീക്ഷിക്കുക. ഇനി ഇവിടെ അതൊന്നും ഉണ്ടായില്ലെങ്കിൽ ആ പ്രതികാരം അള്ളാഹു നാളെ മരണത്തിന് ശേഷമുള്ള ലോകത്ത് തരും. ആയത്ത് എന്താണെന്നറിയാങ്ങള്? ആയത്ത് 32-22. വമൻ അദ്ലമു മിമ്മൻ ദുഃഖിറ ബി ആയാത്തി റബ്ബിഹി. കേട്ടോളൂ, ആയത്ത് കേട്ടോളൂ, ശ്രദ്ധിച്ചാൽ മതി, ശ്രദ്ധിക്കണം. നമ്പർ എഴുതിയില്ലേ? ഇനി ശ്രദ്ധിക്കുക. അവിടുത്തെ വമൻ അദ്ലം, ഏറ്റവും വലിയ അക്രമി ആരാ? അള്ള ചോദിക്കുക, ഏറ്റവും വലിയ അക്രമി ആരാ? മിമ്മൻ ദുഃഖിറ ബി ആയാത്തി റബ്ബി, തന്റെ റബ്ബിന്റെ ആയാത്തുകൾ അത് ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട്, ഉത്ബോധനം ചെയ്തിട്ട്, തന്റെ റബ്ബിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടിട്ട്, സുമ്മ അഅറദ അൻഹ, അതിൽ നിന്നും അവൻ തിരിഞ്ഞു കളഞ്ഞു, അതിനെ അവഗണിച്ചു. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, ഞാൻ അവനോട് പ്രതികാര നടപടി സ്വീകരിക്കും, ഞാൻ അവന് തിരിച്ചടി കൊടുക്കും എന്ന് അല്ലാഹു പറയാണ്. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഒന്നും കൂടി ഇതിൽ അവസാനിപ്പിക്കാം. ആയത്ത് 32-22. ഇനി അടുത്തത് ഒന്നുകൂടി പറയാം. മരണസമയത്ത്, അടുത്തത് ഖുർആൻ അവഗണിച്ചാൽ ഉണ്ടാകുന്ന ഗൗരവം. മരണസമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നവൻ, മരണസമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നവൻ, മരണസമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നവൻ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? മരണസമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവിക്കേണ്ടി വരുന്നവൻ ആരായിരിക്കും? ഖുർആനിനെ അവഗണിക്കാത്തവൻ, ഖുർആനിനെ ഗൗരവത്തിലെടുത്തവൻ. ഒരു സന്തോഷം ഖുർആൻ പഠിക്കണം എന്ന് പറയുമ്പോൾ, ഖുർആൻ പഠിക്കാൻ വിളിക്കുമ്പോൾ അതില്ലാതെയാകുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകുക. അത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ പടച്ചോൻ എന്നൊരു വിഷമം ഉണ്ടാകുക, പ്രയാസം ഉണ്ടാകുക. അതൊരു വലിയ പ്രയാസമായിട്ട് മനസ്സിൽ നിൽക്കുക. ഈ അവസ്ഥ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, മരണസമയത്ത് നമുക്ക് സമാധാനം സന്തോഷം ഉണ്ടാകും. അതല്ല, നമുക്കിതിലൊന്നും ഒരു വിഷമമില്ല, നമുക്കൊരു പ്രയാസമില്ല എങ്കിൽ മരണസമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവർ ഇവരായിരിക്കും. 75-ാം അധ്യായത്തിലെ 75-ൽ 26 മുതൽ 32 വരെയുള്ള ആയത്ത്, 26 മുതൽ 32 വരെ, 75-ൽ 26 മുതൽ 32 വരെയുള്ള ആയത്ത്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കാൻ കാരണം അവന് പറയാണ്, ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കദ്ദബ വതവല്ല. ഖുർആനെ സത്യപ്പെടുത്തിയില്ല. ഖുർആനിനെ 4 കാര്യങ്ങളാണ്. ഒന്ന് നിസ്കരിച്ചില്ല, 2 കളവാക്കി തിരിഞ്ഞു കളഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? വലാ സ്വദ്ദഖ, ഖുർആനിനെ ഞാൻ സത്യപ്പെടുത്തിയില്ല. വല്ലദി ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ഖുർആനിനെ സത്യപ്പെടുത്താത്തത് കൊണ്ടാണ് എനിക്ക് പ്രയാസം.
മരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞെരുക്കവും പ്രയാസവും അനുഭവിക്കാനുള്ള കാരണം 4 കാരണങ്ങൾ അള്ളാഹു പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാരണം ഖുർആനിനെ അവൻ അവഗണിച്ചു എന്നതാണ്. ഖുർആനിനെ സത്യപ്പെടുത്താൻ തയ്യാറായില്ല എന്നതാണ്. ഇനിയും കാരണങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും ഖുർആനിനോടുള്ള ബാധ്യതകളൊക്കെ നിർവഹിച്ച്, ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച്, സമാധാനത്തോടെ സന്തോഷത്തോടെ ഈമാനോടുകൂടി ലോകത്തോട് യാത്ര പറയാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ എല്ലാ ബിസിനസ്സിലും എല്ലാം അള്ളാഹു എളുപ്പവും നിയമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടു കൂടി നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കും. അതിന് ശേഷമുള്ള ഞായറാഴ്ച ഉണ്ടാവില്ല. ആ ഞായറാഴ്ചയിലെ ക്ലാസ് ഇങ്ങോട്ട് മാറ്റിയാണ്. തൊട്ടടുത്ത ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നത്തെ ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. എല്ലാവരും പഠിതാക്കളായ എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.